കൊണ്ട് നമ്മുടെ സീറ്റ് ബെൽറ്റ് ചെയ്യുന്നൊരു പണിയുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. സീറ്റ് ബെൽറ്റ് നമ്മൾ ഒരു എയർ ബാഗ് പൊട്ടുന്നത് നമ്മളിപ്പോൾ കണ്ടു. ഒരു എയർ ബാഗ് പൊട്ടി 5 പുറത്ത് നിന്ന് പപ്പയൊക്കെ ഓടി വന്ന് എന്നാ പറ്റിയതാന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ടായിരുന്നു. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എയർ ബാഗിനെ കുറിച്ചാണ്. എന്താണ് എയർ ബാഗ്, എന്തിനാണ് എയർ ബാഗ് ഉപയോഗിക്കുന്നത്, ഇപ്പം എയർ ബാഗ് മാൻഡേറ്ററി ആയിട്ടുണ്ട്, എന്തിന്? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പലരുടെ മനസ്സിലുണ്ട്. അത് ഈ കാണുന്നൊരു കുഞ്ഞുണ്ടാപ്പി സാധനമാണ് എയർ ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എയർ ബാഗ് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എയർ ബാഗ് ചെയ്യുന്നത്, ഇത് പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ ഇരിക്കും, എങ്ങനെയാണ് ഇത് എക്സ്പ്ലോഡ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എയർ ബാഗ് എന്താണെന്ന് ആദ്യം ഒന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാ പറയുന്നത്, ചെറിയൊരു ഫൈബർ ടൈപ്പ് അല്ലെങ്കിൽ ഒരു കട്ടി കുറഞ്ഞൊരു ഭാഗം യൂസ് ചെയ്താണ് ഇത്രയും പോർഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എയർ ബാഗിൻ്റെ ആ ബാഗ് ഫുൾ ഇതിനകത്താണ് പ്രസ് ചെയ്ത് ചെറിയ രീതിക്ക് മടക്കി ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിലൊരു ഇമ്പാക്റ്റ് സെൻസർ വരുന്നുണ്ട്. അതായത് ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഏകദേശം ഈ ഒരു സൈഡിലായിട്ടാണ് ഇമ്പാക്റ്റ് സെൻസർ വരുന്നത്. അത് ഏറ്റവും മേളിലല്ല ഇരിക്കുന്ന, ഉള്ളിലത്തെ പോർഷനിലോട്ടാണ് നിൽക്കുന്നത്. അതായത് ചെറിയൊരു ഇടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ചെറിയൊരു തട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ ഇമ്പാക്റ്റ് സെൻസറിലോട്ട് ഇടി പോകത്തില്ല. എന്നാൽ ഒരു നല്ലൊരു രീതിക്കൊരു ഇടി ഉണ്ടായി, അതായത് ഏകദേശം ഈ ഒരു പോർഷൻ വരെ, നമ്മുടെ ബോണറ്റിൻ്റെ ഈ ഒരു പോർഷൻ വരെ ഒന്ന് ചളങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ വാഹനത്തിന് മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ഇടിയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ട്, എയർ ബാഗ് പൊട്ടിക്കണം. അല്ലെങ്കിൽ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ആ ഉണ്ടാകുന്ന ഫോഴ്സിൽ നമുക്ക് ഫ്രണ്ടിലോട്ടൊരു കൊളീഷൻ ഉണ്ട്. അതായത് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിലോട്ടായിരിക്കും വന്നിടിക്കുന്നത്. ഈ ഫ്രണ്ടിലോട്ട് വരുന്ന നേരം കൊണ്ട് നമ്മുടെ സീറ്റ് ബെൽറ്റ് ചെയ്യുന്നൊരു പണിയുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. സീറ്റ് ബെൽറ്റ് നമ്മളങ്ങോട്ട് വലിച്ചു നിർത്തും. ഇപ്പോഴത്തെ സീറ്റ് ബെൽറ്റിൽ ഈ പ്രീ ടെൻഷനാർ എന്ന് പറയുന്നൊരു യൂണിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് നമ്മുടെ വാഹനം നമ്മുടെ സീറ്റ് ബെൽറ്റിനെ ഒന്ന് വലിച്ചു നിർത്തുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലോട്ട് പോകാതെ ബാക്കിലോട്ട് തന്നെ സ്റ്റിഫായിട്ട് നിൽക്കും. ഇതൊരു 2 സെക്കൻഡോളം നമ്മളെ പിടിച്ച് നിർത്തത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഫ്രീ ആവും. അന്നേരം നമ്മൾ മുമ്പിലോട്ട് ചെല്ലുന്ന സമയത്ത് ഈ എയർ ബാഗ് പൊട്ടി വരുമ്പോൾ ഏകദേശം നമ്മുടെ മുഖം സ്റ്റീറിങ്ങിലോട്ടോ ഒന്നും ഇടിക്കാതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻ വസ്തുവാണ് നമ്മുടെ ഈ പറയുന്ന എയർ ബാഗ്. അപ്പം നമുക്കിവനെ ഒന്ന് പൊട്ടിച്ച് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് എയർ ബാഗ് പൊട്ടിത്തെറിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ പരിപാടി, അതായത് ഇങ്ങനത്തെ പരിപാടി ആരും വീട്ടിൽ ശ്രമിച്ച് നോക്കരുത്. ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ധൈര്യമായിട്ട് ചെയ്തോ. പക്ഷേ ഇതൊരു സേഫ്റ്റി ആയിട്ടുള്ള രീതി ഞാൻ ഇന്നിപ്പോൾ കാണിച്ചു തരാം. ഞാനിത് കുറച്ച് സേഫായിട്ടാണ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് പൊട്ടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത് എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണമെന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ ബാക്കിൽ കൊടുക്കേണ്ട ഈ ഒരു ലൈൻ, അതായത് ഇവിടെ കൊടുക്കേണ്ട ലൈൻ ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ലൈനാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ലെങ്ത് നമ്മൾ മാറി നിൽക്കണം. പൊട്ടിത്തെറിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് കുറച്ച് നീളമുള്ള ഒരു വയർ എടുക്കണം. പിന്നെ ഇതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ട 2 സി ക്ലാമ്പും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പോരാ, തീർന്നില്ല. ഇതിലോട്ട് കറണ്ട് കൊടുക്കണമല്ലോ. 5 വോൾട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പ്ലോഡ് ചെയ്യിക്കാൻ വേണ്ടി നോക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ട്, ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ ഹോണിൻ്റെ പാഡ് വരുന്നത്. അതായത് ഹോൺ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പാഡ് യൂസ് ചെയ്യുന്നത് ഇതിൽ തന്നെയാണ്. ഇത് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാം. ഒന്നിത് കണ്ട, ഇവിടെ ഒരു കോപ്പറിൻ്റെ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പോർഷനിൽ ഒരെണ്ണം വരുന്നുണ്ട്, പിന്നെ ഈ അടിഭാഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹോൺ അടിക്കുമ്പോൾ സെൻറ്റർ പോർഷൻ, സൈഡ് 2 പോർഷനിലും ഹോൺ കിട്ടുന്നതിൻ്റെ പ്രധാന കാര്യങ്ങൾ ഇതിനകത്ത് ഹോൺ പാഡും കൂടെ വരുന്നതുകൊണ്ടാണ്. ആ ഹോണിൻ്റെ കണക്ഷനാണ് വേണ്ട ഇതിലേ പോകുന്നത്. കണ്ടോ, ഈ പോകുന്ന ലൈനാണ് ഹോണിൻ്റെ ലൈൻ. അത് നേരെ ഇവിടെ ഒരു കപ്ലർ കണക്ട് ചെയ്യാൻ പറ്റും. ആ കപ്ലറിലോട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ എയർ ബാഗിൻ്റെ മൊഡ്യൂളിൽ കൊടുക്കേണ്ട കപ്ലർ ഇതാണ്. ഈ കപ്ലർ നേരെ ഇങ്ങനെ പ്രസ് ചെയ്യുക. ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കാണ്. ഇത് ഊരി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ യെല്ലോ ലോക്ക് കണ്ടോ, ഈ കാണുന്ന യെല്ലോ ലോക്ക് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഊരിയെടുക്കാം. ഏതായാലും കണക്ട് ചെയ്താലും ഇരിക്കട്ടെ, നമ്മൾ ഊരിയെടുക്കുന്നില്ല. ഈ ലൈനിലോട്ട് ഇതിൻ്റെ കറണ്ട് കൊടുക്കണം. 5 വോൾട്ടാണ് കൊടുക്കേണ്ടത്. 5 വോൾട്ട് കൊടുക്കുമ്പോൾ പൊട്ടിയിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ വോൾട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം കാണും, വാഹനം ഇടിക്കുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയി പോയെന്ന് വെച്ചു. അതായത് നല്ലൊരു ഇമ്പാക്റ്റാണ്, ബാറ്ററി തെറിച്ച് പോയി അല്ലെങ്കിൽ ബാറ്ററിയുടെ കണക്ഷൻ വിട്ടുപോയി. എയർ ബാഗ് വർക്ക് ചെയ്യുമോ? 100% എയർ ബാഗ് വർക്ക് ചെയ്തിരിക്കും. അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇമ്പാക്റ്റ് സെൻസറിൽ നിന്നുള്ള ചെറിയൊരു കറണ്ട് മാത്രം മതി ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ബാറ്ററി ഇപ്പോൾ എങ്ങനെ പോകുമെന്ന് പറഞ്ഞാലും വാഹനത്തിൻ്റെ എയർ ബാഗ് പൊട്ടിത്തെറിച്ചിരിക്കും. പക്ഷേ അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റോഡ്സിൽ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിലും എയർ ബാഗ് പൊട്ടിത്തെറിച്ചിരിക്കും. അതൊരു പ്രൂവൻ ഫാക്റ്റാണ്. ഇവിടുത്തെ റോഡ് കണ്ടീഷനിൽ ശരിക്കും പറഞ്ഞാൽ പലരും ഈ സീറ്റ് ബെൽറ്റൊന്നും ഇടാത്തതുകൊണ്ട് അതങ്ങനെയാണ് അത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എയർ ബാഗ് പൊട്ടും. പക്ഷേ ഏറ്റവും വലിയ ഇഞ്ചുറിയാണ് സീറ്റ് ബെൽറ്റ് ഇടാതെ എയർ ബാഗ് പൊട്ടിക്കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ മുഖത്തോട്ടല്ല, നമ്മൾ ചെന്നിടിക്കുന്ന സമയത്ത് ഈ ഒരു ഇമ്പാക്റ്റ് ഫുള്ള് നമ്മുടെ മുഖത്തോട്ടായിരിക്കും വരുന്നത്. അതൊരു പ്രശ്നക്കാരനാണ്. എന്നാൽ അതേ സ്ഥാനത്ത് സീറ്റ് ബെൽറ്റ് വരികയാണെങ്കിൽ നമ്മളെ പിടിച്ച് വലിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നകന്നിരിക്കും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ഏതായാലും
കഥയൊക്കെ നിർത്തി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അത്രയും ഡിസ്റ്റൻസിലാണ് നമ്മുടെ ക്യാമറ ഇരിക്കുന്നത്. ഏതായാലും ഞാനിതൊന്ന് പിടിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇത് ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു തൂണുണ്ട്. ഈ തൂണിലോട്ടാണ് ഞാനിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല, സിമ്പിളാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. പെട്ടെന്നൊരു എക്സ്പ്ലോഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഫുള്ളായിട്ട് പോരത്തില്ല. ഇതിൻ്റെ 2 വയർ വേണ്ട ഇവിടെ പുറകെ വരുന്നുണ്ട്, കണ്ടോ. ഇത് ആ ക്ലിപ്പിൽ നിന്ന് വരുന്ന ലൈൻസാണ്. ഈ 2 ലൈനുമാണ് നമ്മളിപ്പം കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഞാനിവിടെ വയറിൻ്റെ ഒന്ന് കണക്ഷൻ കൊടുക്കട്ടെ. അപ്പം നമ്മൾ ഈ വയറാണ് ഇനിയിപ്പം കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സ്പീക്കർ ലൈനാണ്. അത്യാവശ്യം ചെറിയ വോൾട്ടേജ് ആയതുകൊണ്ട് ഞാൻ ഇതാണിപ്പോൾ കണക്ട് ചെയ്യുന്നത്. ഇതിന് എനിക്ക് പക്ഷേ ഇപ്പോഴും ഒരു ഡൗട്ടാണ്. കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. 5 വോൾട്ട് തന്നെയാണോ എന്നറിയത്തില്ല. നമുക്ക് ആദ്യം 5 കൊടുത്ത് നോക്കാം. നടന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 12 കാച്ചേക്കാന്നേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ്. യെസ്, അപ്പോൾ അത് കണക്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ ഈ ലൈനും കണക്ട് ചെയ്യുകയാണ്. ഇത് തിരിഞ്ഞു പോയാൽ കുഴപ്പമുണ്ടോ എന്ന് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് കാണുമായിരിക്കും. നോ ഐഡിയ. ഏതായാലും നമുക്ക് ഇന്നിപ്പോൾ അറിയാൻ സാധിക്കും തിരിഞ്ഞു പോയാൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്ത് 2 മുട്ടുന്നില്ലെന്നൊരു ഉറപ്പ് വരുത്തിക്കണം. ഈ ലൈനിൻ്റെ നീളം ഏകദേശം ഇവിടം വരെയുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കൂട്ടണം. കാരണം ഇവിടം വരെ വന്നാൽ പോരാ. നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി അടുത്ത വയറും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ക്യാമറ ഇവിടെ സെറ്റാണ്. എത്ര ദൂരത്താണ് നമ്മൾ ആ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മുടെ എയർ ബാഗിൻ്റെ യൂണിറ്റ് അത്ര ദൂരമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ക്യാമറയിൽ ഞാൻ അത്യാവശ്യം നല്ല ഫോക്കസ് ചെയ്ത് എങ്ങനെയാണ് ആ ഭാഗം പൊട്ടുമ്പോൾ സംഭവിക്കുന്നതെന്നുള്ളത് കാണാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പൊട്ടിത്തെറി നമുക്ക് നല്ല അടുത്ത് തന്നെ കാണാൻ സാധിക്കും. ആ രീതിക്ക് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ പരീക്ഷണം സെറ്റ് ചെയ്യാം. ബാക്കിയുള്ള ക്യാമറാസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 5 വോൾട്ടാണ്. 5 വോൾട്ട് അത് ഇതിൽ നിന്ന് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പോർട്ടബിൾ ചാർജറാണ്. ഒരു കട്ടേ ചാർജുള്ളൂ. അറിയത്തില്ല വർക്കാവോ ഇല്ലേന്ന്. ഏതായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഞാനിതിൻ്റെ വയറിന് കണക്ഷൻ കൊടുത്തോട്ടെ. ഒന്നിവിടെയും ഒന്ന് ഇതിനകത്തുമാണ് കൊടുക്കേണ്ടത്. ഇത് കൊടുക്കാൻ പോവാണ്. ഓ മാൻ, ഇങ്ങനെയാണ് ഒരു എയർ ബാഗ് പൊട്ടുന്നത്. നമ്മളിപ്പോൾ കണ്ടു ഒരു എയർ ബാഗ് പൊട്ടി 5 വോൾട്ട്, കറക്റ്റ് 5 വോൾട്ട് കൊടുത്തപ്പോൾ പൊട്ടി. ഇതേ അവിടെ പുകയെന്ന് എല്ലാവർക്കും കാണാം. നല്ല കിടുക്കനായിട്ട് പുക വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ എയർ ബാഗ്. നമുക്ക് നേരിട്ടൊന്ന് പോയി നോക്കാം അങ്ങോട്ട്. വക്കം കമോൺ ക്യാമറ ഫോളോ. അപ്പം ഈ എയർ ബാഗിൽ നിന്ന് ഇപ്പോൾ ഈ വരുന്ന ഗ്യാസും എല്ലാവർക്കും കാണാൻ സാധിക്കും. ഏതായാലും സംഗതി അടിപൊളി. നമ്മൾ ഈ പറഞ്ഞ രീതി വർക്കൗട്ട് ആയിട്ടുണ്ട്. വെറും 5 വോൾട്ട് മതി. ഇത് ഹീറ്റായാണ് പൊട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇതിനകത്തുള്ള എയർ പുറത്തോട്ട് പോകുന്നതെന്നും കൂടെ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ പാസേജിനകത്ത് കണ്ടോ, ഇതിനകത്തൂടെ ഹോൾസ് ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ എയർ എസ്കേപ്പ് ആവും. നമ്മൾ പെട്ടെന്ന് തലയടിക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. ഒരുമാതിരി നാറ്റമാണ്. കുറച്ചേരൊന്ന് മാറി നിന്നേക്കുക. ഏതായാലും ഇങ്ങനെയാണ് ഒരു എയർ ബാഗ് പൊട്ടുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരീക്ഷണം വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഏതായാലും സംഗതി പൊട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. നല്ല ഒച്ചയായിരുന്നു, ഭയങ്കര ഒച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചയായിരുന്നു. അപ്പുറത്ത് നിന്ന് പപ്പയെ കൂടി വന്ന് എന്നാ പറ്റിയതാന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നത് കണ്ടായിരുന്നു. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, നല്ല ഒച്ച കേൾക്കും ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ പപ്പ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എടാ ഇതിൻ്റെ ഒച്ച കേട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് ആരും ചാകാതിരുന്നാൽ മതിയെന്ന്. ഓക്കെ, അതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിം, അതങ്ങനെ ഇരിക്കട്ടെ. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സേഫ്റ്റിയുടെ വലിയൊരു ഭാഗം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഊരാം. പക്ഷേ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ടായി. എൻ്റെ ക്യാമറാമാൻ, അതായത് എൻ്റെ ഭാര്യ അഞ്ജന വന്നതിൻ്റെ പുറകിൽ നിന്ന് ചുമ്മാ തൊട്ട് നോക്കിയായിരുന്നു. കൈ പൊള്ളിപ്പോയി. അതായത് നല്ല ചൂടാണ് ഇതിൽ നിന്ന് വരുന്നതെന്നൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലായി. പിടിച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലത്തെ പോർഷനാണ് പിടിച്ചത്. ഞാനിപ്പോൾ ഏതായാലും ഒന്ന് ഇപ്പോൾ തണുത്ത് കേട്ടോ, ചെറിയ ചൂടേ ഉള്ളൂ. നമ്മുടെ ക്ലാമ്പ് ഒന്ന് മാറ്റാം. ഓക്കെ, വയേഴ്സ് ഞാൻ ഡിസ്കണക്ട് ചെയ്തു. ഈ പോർഷൻ നല്ല ചൂടാണ്. ഈ പോർഷൻസ് ഇപ്പോഴും നല്ല ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കിടുക്കൻ ചൂടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ചൂടാകും. ഇത് ചൂടായി കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലായി. ഒരു തവണ ഇത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ യൂണിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് ഫുള്ള് മാറ്റി വേറെ പുതിയത്
നമുക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം ഒരു എയർ ബാഗ് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ ഒരു യൂണിറ്റ് മാറിക്കോണം. അത് മെയിനായിട്ട് വരുന്ന ഡ്രൈവർ സൈഡിലും ലെഫ്റ്റ് സൈഡിലെ പോർഷനാണ്. ഇപ്പം പുതിയതായിട്ട് വരുന്ന വാഹനങ്ങൾക്കെല്ലാം കർട്ടൻ എയർ ബാഗ്സും സീറ്റ് എയർ ബാഗ്സും ഉണ്ട്. ഞാൻ മാരുതിയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. വേറെ വാഹനങ്ങൾക്കൊക്കെ നേരത്തെ സീറ്റിലൊക്കെ എയർ ബാഗ് ഉള്ളായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു XUV 500 ആണെന്ന് തോന്നുന്നു, 2013 മോഡൽ വാഹനത്തിൽ ഞാനൊരു സീറ്റിൽ എയർ ബാഗുള്ള മോഡൽ കണ്ടു. അതിന് മുമ്പും ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇതൊരു തവണ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതിപ്പം കണ്ടോ, ഇനിയിപ്പോൾ തിരിച്ചിത് കയറ്റി വെക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കയറത്തില്ല. അപ്പോൾ ഈ സംഗതി ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊട്ടിയിരിക്കുന്ന അവസ്ഥ എല്ലാവർക്കും മനസ്സിലാവും. ഇനി അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ യൂണിറ്റ് എല്ലാം ഒന്ന് അഴിച്ച് ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആഗ്രഹമുള്ള അല്ലെങ്കിൽ കാണണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.